ഹലോ ഗൈസ്, വെൽക്കം ടു ജംഷി ടോക്സ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അറിയാം, ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സെറ്റ് കഴിഞ്ഞു. ആദ്യത്തെ സെറ്റ് മാർക്കറ്റ് പ്ലേയേഴ്സിൻ്റെ സെറ്റായിരുന്നു. പ്രതീക്ഷ പോലെ തന്നെ വമ്പം മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു പല പ്ലേയേഴ്സിനും വേണ്ടി. മാർക്കറ്റ് സെറ്റിലുണ്ടായിരുന്നത് 8 താരങ്ങളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ മികച്ച 8 താരങ്ങൾ. അതിൽ 7 താരങ്ങളും ഓപ്ഷനിൽ വിളിക്കപ്പെട്ടു. ഒരു താരത്തെ മാത്രം അൺസോൾഡായി. ബാക്കി എല്ലാവരും നിലവിൽ ഓരോ ടീമുകളിൽ എത്തിക്കഴിഞ്ഞു. ആദ്യം തന്നെ വന്നത് അലിസാഹയിലായിരുന്നു. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഓസ്ട്രേലിയയുടെ. നിർഭാഗ്യവശാൽ അലിസാഹയിൽ അൺസോൾഡ് ആവുകയാണ് ഉണ്ടായത്. പിന്നെ എടുത്തു പറയേണ്ടത് ദീപ്തി ശർമ്മയാണ്. ദീപ്തി ശർമ്മക്കാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് വന്നിട്ടുള്ളത്. 3.2 കോടിക്ക് RTM ഉപയോഗിച്ചാണ് അവരെ UP വാരിയേഴ്സ് എടുത്തിട്ടുള്ളത്. 3.2 കോടി അഥവാ നിലവിലെ WPL ഏറ്റവും മൂല്യമേറിയ താരം ആയി മാറുകയാണ് നിലവിലെ. ഈ ഓപ്ഷനിൽ ഇനി ചിലപ്പോൾ മാറാതിരിക്കാം. ദീപ്തി ശർമ്മ അറിയാം, കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായിരുന്നു ദീപ്തി ശർമ്മ. 3.2 കോടിക്കാണ് ഇത്. പിന്നെ നമുക്ക് വളരെ ശ്രദ്ധേയമായ ബിഡ് നടന്നിട്ടിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്തു നിന്നാണ്. മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്തു നിന്ന് അമേലക്കറിന് വേണ്ടി 3 കോടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറായി വന്നു. ഹയസ്റ്റ് ബിഡ് രണ്ടാമത് വന്നത് അമേലക്കറിൻ്റെതാണ്. മൂന്നാമതൊന്ന താരം മെക്ലേണിംഗ് ആണ്. മെക്ലേണിങ്ങിനും വേണ്ടി ഏകദേശം 1.90 കോടി UP വാരിയേഴ്സ് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഡൽഹിയായിട്ട് കാര്യമായ മത്സരം നടന്നു. അവസാനം 1.90 കോടി എന്ന പ്രൈസിൽ UP വാരിയേഴ്സിലേക്ക് മെക്ലേണിംഗ് എത്തി. സ്വാഭാവികമായിട്ടും അടുത്ത വർഷം UP വാരിയേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആവാൻ സാധ്യതയുള്ള താരമാണ് മെക്ലേണിംഗ്. കഴിഞ്ഞ 3 ഇതിലും ടീമിനെ ഫൈനലിലെത്തിക്കാൻ മെക്ലേണിങ്ങിനായിട്ടുണ്ട്. പിന്നെ ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ കൂടിയാണ്. നാലാമതുള്ളത് സോഫിയൽ എൽക്കോഷേറായിരുന്നു. 8.5 കോടി 85 ലക്ഷം 8.5 കോടി ഉദ്ദേശിച്ച് 85 ലക്ഷം രൂപയ്ക്ക് UP വാരിയേഴ്സ് RTM ഉപയോഗിച്ച് തന്നെയാണ് അവരെ എടുത്തിരിക്കുന്നത്. UP വാരിയേഴ്സിൻ്റെ 4 RTMൽ 2 ഇപ്പം നിലവിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ദീപ്തി ശർമ്മയ്ക്ക് വേണ്ടിയിട്ടും ഒന്ന് സോഫിയ എൽക്കോഷേറിന് വേണ്ടിയിട്ടും. ഒരു ഓൾറൗണ്ടർ, ഒരു ബോളറും അവർ ഒരു ബാറ്റ്സ്മാനുമാണ്. 3 പൊസിഷനിൽ ഓരോ താരങ്ങൾ അവർ കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ ഈ ഓപ്ഷനിൽ വന്ന് നല്ലൊരു കോൾ വന്നത് സോഫിയ ഡേവന് വേണ്ടിയിട്ടാണ്. സോഫിയ ഡേവന് വേണ്ടിയിട്ട് 2 കോടി രൂപക്ക് ഗുജറാത്ത് ഗെയിംസാണ് വാങ്ങിയത്. സോഫിയ ഡേവന് വേണ്ടി 2 കോടി പ്രൈസിൽ ഗുജറാത്തിലേക്കാണ് സോഫിയ ഡേവൻ എത്തിയത്. പിന്നെ ഉള്ളത് ലൗറ വോൾവറൈറ്റ്, സൗത്ത് ആഫ്രിക്കൻ താരം. അവർ 1.10 കോടിക്ക് ഡൽഹിയും സ്വീകരിച്ചു. അങ്ങനെ ആണ് നടന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ ബാക്കിയുള്ളൊരു സ്ലോട്ടായിട്ട് വന്നത് രേണുക സിംഗ് ഠാക്കൂറാണ്. അവരുടെ ഗുജറാത്ത് ഗെയിംസ് 60 ലക്ഷം പ്രൈസിന്, 50 ലക്ഷമായിരുന്നു ബേസ് പ്രൈസ്. അത് 60 ലക്ഷം വിളിച്ചു ഗുജറാത്താണ് അവരെ വാങ്ങിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ സമയത്ത് 12 സ്ലോട്ട് ബാക്കിയായിട്ട് 4.60 കോടി മാത്രമേ ഡൽഹിക്കുള്ളൂ. ഗുജറാത്തിനാണെങ്കിൽ 14 സ്ലോട്ടുണ്ട്, 6.40 കോടി. മുംബൈക്കാണെങ്കിൽ 12 സ്ലോട്ട് ബാക്കിയുണ്ട്, വെറും 2.75 കോടി മാത്രമേ ഉള്ളൂ. 3 കോടി ടോട്ടൽ ഉണ്ടായിരുന്ന 5.75 കോടിയിൽ 3 കോടി അമേലക്കറിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു. അതുപോലെ UPക്കും 8 ഉള്ളൂ. ഈ ഓപ്ഷനിൽ അൺസോൾഡായി പോയി എന്ന അമേലക്കറിൻ്റെ അലിസഹലി. അപ്പോൾ WPLൻ്റെ മോർ അപ്ഡേറ്റ്സിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യുക. See you. Signing off, Jamshid.